എറണാകുളത്ത് പോയിരിക്കുക. എപ്പോ വരും? നാളെ വരും. ഹലോ, അമ്മയ്ക്ക് ഫോൺ കൊടുക്ക. നന്ദേട്ടാ, ഇത് ഞാനാ, ആതിര. അമ്മയ്ക്ക് ഫോൺ കൊടുക്കാൻ. ആരാ മോളെ? അമ്മയ്ക്ക് ഫോൺ. ഹലോ, നന്ദന. അവളോട് കുറച്ചു ദിവസം അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ പറ. ഞാൻ വിളിച്ചിട്ട് വന്നാ മതി. നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? എന്താ കാര്യം? അമ്മ ഞാൻ പറഞ്ഞത് കേട്ടാ മതി. എന്താ അമ്മേ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരം ഉണ്ടായോ? ഇല്ല. അവന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. നന്ദേട്ടൻ എന്താ അമ്മേ പറഞ്ഞത്? നീ കുറച്ചു ദിവസം നിന്റെ വീട്ടിൽ പോയി നിൽക്കാൻ. അവൻ വിളിച്ചിട്ട് നീ ഇങ്ങോട്ട് വന്നാ മതിയെന്ന്. എന്ത് പറ്റി? അവള് പോയില്ലേ? ഇല്ല. കാര്യമറിയാതെ അവളെ പറഞ്ഞു വിടുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി. ഒരു രാത്രി കൊണ്ട് ഇവിടെ എന്താ ഉണ്ടായേ? അമ്മ അത് അറിയണ്ട. അമ്മയ്ക്കറിയണം. വീട്ടിൽ പറഞ്ഞു വിടാൻ മാത്രം എന്ത് തെറ്റാ അവള് ചെയ്തത്? അവള് ചീത്തയമ്മേ. കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ ഞാൻ അമ്മയോട് ചോദിച്ചില്ലേ നമുക്ക് തെറ്റുപറ്റിയോന്ന്? തെറ്റുപറ്റിയെന്ന് ഇപ്പൊ ബോധ്യമായി. അവളും ഭാനും കൂടെ എന്നെ പറ്റിക്കായിരുന്നു. നിന്നോട് ഇതൊക്കെ ആര് പറഞ്ഞു? എന്റെ കൈ തെളിവുണ്ട്. അവക്ക് പോലും നിഷേധിക്കാൻ ഒക്കാത്ത തെളിവ്. അവളിപ്പം നിന്റെ ഭാര്യ മാത്രമല്ല, നിന്റെ കുഞ്ഞിന്റെ അമ്മ കൂടെയാണ്. ശരിക്കും ആലോചിച്ചിട്ട് വേണം പറയാൻ. ഞാൻ ഒത്തിരി ആലോചിച്ചിട്ടെടുത്ത തീരുമാനമാണ്. ഇനി അവൾ ഇവിടെ നിന്നാ എനിക്ക് ഭ്രാന്ത് പിടിക്കും. പറഞ്ഞതൊക്കെ കേട്ടില്ലേ? ഇനി കൈക്ക് പിടിച്ച് പുറത്തുകൊണ്ട് നാക്കിയെ പോകുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. മോളെ, ഞാൻ കാരണം നന്ദേട്ടന് ഭ്രാന്ത് പിടിക്കണ്ട. എന്നെ പിടിച്ച് പുറത്താക്കുന്നതിന് മുൻപ് ഞാൻ സ്വയം പൊയ്ക്കോളാം. പോട്ടെ അമ്മേ. അവളോട് പോകരുതെന്ന് പറഞ്ഞു. മോളെ, ഇല്ലമ്മേ, നന്ദേട്ടൻ നിൽക്കരുതെന്ന് പറഞ്ഞു വീട്ടിൽ. പിന്നെ എനിക്കെന്താ സ്ഥാനം?
താനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? നാളെ കേസല്ലേ? സാറ് വരാൻ പറഞ്ഞവര് ആഫീസിൽ വന്ന് ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. അവരോട് പൊക്കോളാൻ പറ. ഞാൻ കേസിന് ഹാജരാകുന്നില്ല. എന്താ സാർ? മണ്ണാൻ കേട്ട മനസ്സിലായോ? നാളെ അവധിക്ക് അപേക്ഷ കൊടുക്കാൻ പറ. ഓ, അയ്യോ മോളല്ലേ? ഇവളെന്താ ഈ നേരത്ത്? നീ എന്താ മോളെ ഈ നേരത്ത്? നന്ദൻ വന്നില്ലേ? സാറേ, ഇന്ന് വിസ്താരം നടക്കുന്നു തോന്നണില്ല. അതെന്താണോ? നന്ദകുമാർ സാറ് ഹാജരാകുന്നില്ല. അവധിക്ക് അപേക്ഷ കൊടുത്തു. അവധിക്ക് അപേക്ഷ കൊടുത്തോ? ആ, ഇപ്പൊ കൊടുത്തോളൂ. ജമാലെ, സാറിന് എന്താ സുഖമില്ലേ? ഏയ്, അസുഖമൊന്നുമില്ല. എന്തോ ചെറിയ ഫാമിലി പ്രോബ്ലംസ്. വൈഫ് വേണമെങ്കിൽ വീട്ടിൽ പോണുണ്ട്. ആതിരയും മോനും വീട്ടിൽ പോകാൻ അവിടെ വിശേഷം വല്ലതുണ്ടോ? ആ, ഒരു ചെറിയ വിശേഷമുണ്ട്. നന്ദേട്ടൻ ഓഫീസിൽ വന്നിരുന്നു എന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വിശേഷം കാണുന്നു. ഞാൻ അമ്മയുടെ വീട്ടിൽ പോയിട്ട് കുറച്ച് ദിവസമായി. എന്തിനാ നന്ദേട്ട ഇപ്പൊ സ്പീഡ്? നിങ്ങൾക്ക് പോയാൽ പറയും. നന്ദേട്ടാ, ഏത് നരയത്തിലെ കിടന്നറിയാതെ ഞാൻ ഈ വണ്ടി കയറില്ല. എന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതിന്റെ അടുത്ത ദിവസം നീ എന്നെ കാണാൻ വന്നപ്പോ ഒരു കത്തിന്റെ കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഈ അടുത്ത ദിവസം അതെന്റെ കൈ കിട്ടിയത്. ദാ വായിച്ചു നോക്ക്. ആ കാമുകൻ നീയല്ലേ? അല്ല നന്ദേട്ടാ, പിന്നെ ആരാടാ പട്ടി? നന്ദേട്ടാ, ഞാൻ പറയുന്നത് കേൾക്ക്. നന്ദേട്ടാ, ആതിരയുടെ ഭാവന സൃഷ്ടിയാണ് ആ മനുഷ്യൻ. നന്ദേട്ടന്റെ പ്രപ്പോസൽ അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഒരു പുരുഷനെയും കണ്ണിൽ പിടിക്കാത്ത ആതിരയ്ക്ക് അവളുടെ സങ്കല്പങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത നന്ദേട്ടന്റെ ആലോചന മുടക്കാൻ അവൾ കണ്ടെത്തിയ വഴിയാണ് ഈ കത്ത്. അല്ലാതെ ഇതിൽ യാതൊരു സത്യാവസ്ഥയില്ല. കൊള്ളാം നിന്റെ കണ്ടുപിടുത്തം. പെണ്ണുങ്ങളെ വശീകരിക്കാൻ മാത്രമല്ല നിനക്ക് വിരുത്. നീ ഒരു പഠിച്ച കള്ളന. സാക്ഷികളെയും കള്ളസാക്ഷികളെയും തിരിച്ചറിയാനുള്ള ബുദ്ധി എനിക്കുണ്ട്. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും നന്ദേട്ടന് മനസ്സിലാവില്ല. നന്ദേട്ടന്റെ മനസ്സിൽ നിറയെ സംശയങ്ങളാ. അതേടാ, സംശയമാ. എനിക്ക് എല്ലാരെയും സംശയമാ. പക്ഷെ എന്റെ ജീവിതം തൊലച്ചതിന് നിന്നെ ഞാൻ വെറുതെ വിടുന്നു വിചാരിക്കണ്ട. ഇപ്പൊ നിനക്ക് തൃപ്തിയായോ? പ്രായമായ പെണ്ണ സ്വന്തം ബന്ധവും വെച്ചുകൊണ്ടുള്ള കളിയും ചിരിയും വേണ്ടെന്ന് ഞാൻ എത്ര തവണ നിന്നെ വിലക്കി. ഇപ്പൊ അവളുടെ ജീവിതം ഒരു വഴിയായപ്പോ നിനക്ക് മതിയായോ? ഞാൻ നോക്കിയിട്ട് നന്ദന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഇത്തരത്തിലൊരു കത്ത് കിട്ടിയാൽ ഞാനായാലും ഇങ്ങനെയൊക്കെ ചെയ്യും. ഇനി അതിലെഴുതിയിരിക്കുന്നത് സത്യമല്ലെന്ന് ആര് കണ്ടു? നന്ദേട്ടൻ എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും കരുതിക്കോട്ടെ. പക്ഷേ അമ്മായിയും അമ്മാവനും എന്നെ അവിശ്വസിക്കരുത്. ആതിരയെ ഞാൻ എന്റെ മുറപ്പെണ്ണായിട്ടല്ല കണ്ടത്. ജീവിച്ചിരുന്നെങ്കിൽ ആതിരയുടെ പ്രായമുണ്ടാകുമായിരുന്ന എന്റെ ദീപമുള്ള സ്ഥാനമാണ് ഞാൻ അവൾക്ക് കൊടുത്തത്. ആ സ്വാതന്ത്ര്യത്തിൽ കുറെ അടുത്ത് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റായിപ്പോയി എന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല.
കൂട്ടുകാരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പല കുസൃത്തരങ്ങളും കാണിക്കും. കുഞ്ഞുനാളിലേ നീ അതിന് മിടുക്കിയായിരുന്നു. പച്ചില ഊതി കളിക്കുമ്പോ മറ്റുള്ളവരുടെ കണ്ണിൽ മണ്ണ് ഊതി പറപ്പിക്കാനായിരുന്നു നിനക്ക് താല്പര്യം. നന്ദേട്ടന്റെ പ്രപ്പോസൽ മുടക്കാൻ വേണ്ടി മാത്രമല്ല, ഫ്രണ്ട്സിന്റെ മുമ്പിൽ വലിയവളാകാൻ കൂടിയ മോൾ അങ്ങനെ ഒരു കത്ത് എഴുതിയെന്ന് ഭാനുട്ടനറിയാം. പക്ഷെ ആ കുസൃതി ഒരു ബൂമറാങ് പോലെ തിരിച്ചു വന്നല്ലോ മോളെ.